ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JB ഡിഷസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ഐറ്റമാണ് ഏത്തക്ക ബോൾസ്. അപ്പോൾ അതുണ്ടാക്കുന്നതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ കിഡിലൻ സ്നാക്സ് ഐറ്റം നമ്മുടെ ഏത്തക്ക ബോൾസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതുണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 2 ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്, നമ്മുടെ പച്ചക്കായ. അപ്പോൾ അതിനെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൽ അതിനെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് അതിനകത്തേക്ക്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആവിയിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ഞാനിവിടെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഇതിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് തുറന്ന് നോക്കാം. ആ പച്ചക്കായതിനകത്തുള്ള കറയൊക്കെ ആ വെള്ളത്തിൽ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് കറുപ്പ് കളറായിട്ട് കാണുന്നത്. നമ്മൾ ഈ ഏത്തക്കേനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. ഉള്ളൊന്ന് ജസ്റ്റ് ചൂടായാൽ മാത്രം മതിയാവും. അധികം അങ്ങോട്ടേക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഈ ഏത്തക്കേനെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ആ ഏത്തക്കയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുന്നതിനേക്കാളും എളുപ്പം ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് കുറേശ്ശെയായിട്ട് ഈ ഏത്തക്കയിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 3/4 കപ്പോളം അരിപ്പൊടി മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. മുഴുവനായിട്ടൊന്നും 1 കപ്പ് മുഴുവനായിട്ടൊന്നും ഇതിനകത്തേക്ക് വേണ്ട. ഇനി ഇതിനകത്തേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ മുളക് പൊടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനിവിടെ നല്ല മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, കാശ്മീരി ചില്ലി പൗഡർ അല്ല. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. വളരെ കുറച്ച് മാത്രം ഇട്ടാൽ മതിയാവും. ഇനി ഞാൻ ഇതിനകത്തേക്ക് 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുകയാണ്. പെരുംജീരകമല്ല, നല്ല ജീരകം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഫൈനലി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുകയാണ്. 1 സ്പൂൺ ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് കുറച്ചും കൂടെ അരിപ്പൊടി ആഡ് ചെയ്യുകയാണ്. ഇനി അതിനൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് പിന്നെയും കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതേപോലെ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലിപ്പത്തിലുള്ള ചെറിയ ബോൾസാക്കിയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും മുങ്ങിപ്പൊരിയേണ്ട രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുവാണെങ്കിൽ ഇതുപോലെ അടിക്കുഴിയുള്ളൊരു പാത്രം ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ആ ചീനച്ചട്ടി ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബോൾസ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ എണ്ണ ചെറുതായിട്ട് ചൂടായിട്ട് വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും. ചെറിയ ബബിൾസ് അതിനകത്ത് പൊങ്ങി വരുന്നുണ്ട് ഇപ്പം.
അപ്പോൾ നമുക്കിനി നമ്മുടെ ബോൾസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾ ഓൾറെഡി ആ മാവിനകത്ത് നിന്നും കുറച്ച് ഉരുളകളാക്കി എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ എണ്ണയിലിട്ട് കൊടുക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഈ എണ്ണയിനകത്ത് ആ ബോൾസ് ഇട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ ബോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇടാൻ വേണ്ടി മറക്കരുത്. നമുക്കിനി ഇതിനെ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആക്ച്വലി കുറച്ച് എണ്ണ മാത്രമേ ഇനിയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എല്ലാ ഭാഗവും നന്നായിട്ടാവാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇളക്കി കൊടുത്തേ പറ്റുള്ളൂ. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ ബബിൾസ് മുഴുവൻ ഇതിനകത്തേക്ക് കാണുന്നത്. അപ്പം നമ്മുടെ ഒരു ബാച്ച് ഏത്തയ്ക്ക ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ കോരിയെടുക്കാം. ഇനി ഇതേപോലെ നമുക്ക് സെക്കൻഡ് ബാച്ചും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതിനകത്ത്. പക്ഷേ എണ്ണ ചൂടായതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ ബാച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഏത്തയ്ക്ക നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്തതായതുകൊണ്ട് അധികം അങ്ങോട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതേപോലെ അരിപ്പൊടി, ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടി നല്ല നൈസായി പൊടിച്ച് വറുത്ത് വെച്ചിരിക്കുന്ന പൊടിയാണ്. നമ്മുടെ ചായയുടെ കൂടെയും അതേപോലെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് ഐറ്റമാണ് നമ്മുടെ ഏത്തയ്ക്ക ബോൾസ്. നമ്മുടെ വീട്ടിൽ 2 3 പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഏത്തയ്ക്ക ബോൾസ്. അപ്പോൾ നിങ്ങളിതെന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.